രേണുവിൻ്റെ പുതിയൊരു വീഡിയോ വന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കോടതിയോട് ക്യാൻസർ 4th സ്റ്റേജ് ബാധിതയായ ഞാൻ മരിച്ചാൽ എൻ്റെ മകൻ ഋതുൽ ദാസിൻ്റെ ഋതപ്പൻ പൂർണ്ണ അവകാശം തങ്കച്ചൻ PG, കുഞ്ഞുഞ്ഞമ്മ തങ്കച്ചൻ, രമ്യ ലിബു എന്നിവർക്ക് മാത്രമായിരിക്കും എന്ന് രേണുസുധിയുടെ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അതായത് വേറെ ഒരാൾക്ക് പോലും ആ കുഞ്ഞിൽ അവകാശമില്ല എന്നാണ് പറയുന്നത്. എന്റെ കുഞ്ഞിനെ ഞാൻ എന്റെ പപ്പ തങ്കച്ചൻ PG, അതായത് ഋതുൽ ദാസിനെ തങ്കച്ചൻ PG അല്ലെങ്കിൽ കുഞ്ഞുഞ്ഞമ്മ തങ്കച്ചനോ അല്ലെങ്കിൽ എന്റെ ചേച്ചി രമ്യ ലിബുവിനെയോ അല്ലെങ്കിൽ ലിബു എന്റെ ചേട്ടാപ്പി, ഇവരെ 4 പേരെ അല്ലാതെ ഞാൻ വേറെ ആരെയും ഏൽപ്പിക്കത്തില്ല. എനിക്ക് ആരും വിശ്വാസമില്ല. എന്റെ കുഞ്ഞിനെ ഋതുൽ ദാസിനെ ഞാൻ ഈ 4 പേരെ മാത്രമേ ഏൽപ്പിക്കുള്ളൂ. എനിക്ക് എന്തെങ്കിലും ക്യാൻസർ വന്ന് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ 4 പേരായിരിക്കും എന്റെ കുഞ്ഞിനെ നോക്കേണ്ട ഉത്തരവാദിത്തം. ഞാൻ അവരെ ഏൽപ്പിക്കുകയാണ്. പബ്ലിക്കിന്റെ മുന്നിൽ ഞാൻ പറയാണ്, എന്റെ കുഞ്ഞിനെ അവർ 4 പേരല്ലാതെ വേറെ ആർക്കും ഞാൻ കൊടുക്കത്തില്ല എന്റെ കുഞ്ഞിനെ. ഞാൻ ക്യാൻസർ പേഷ്യന്റ് ആണല്ലോ. അപ്പം ഞാൻ മരിക്കും എന്ന് വിധി എഴുതുന്ന കുറച്ച് പേര് എനിക്ക് ചുറ്റുമുണ്ട്. അവരുമായിട്ട് കൂടിച്ചേർന്നാണ് നീക്കങ്ങൾ. അത് ഞാൻ ഇന്ന് രാവിലെയാണ് അറിഞ്ഞത്. എന്നെ വളരെയധികം വിഷമിപ്പിച്ചു. ഞാൻ ക്യാൻസർ പേഷ്യന്റ് ആണ്. അവന്റെ അമ്മ ഉടനെ മരിക്കും, ഞാൻ ഉടനെ മരിക്കും. പിന്നെ അച്ഛൻ മരിച്ചുപോയി. അപ്പൊ അവകാശം ഞങ്ങൾക്ക് വേണമെന്ന് ഒരു കൂട്ടര് ഞാൻ ഇന്നത് അറിഞ്ഞു. എന്നിൽ നിന്ന് അകറ്റിക്കൊണ്ട് പോകാൻ ഞാൻ ആരാണെന്ന് എന്താണെന്ന് ഒന്നും പറയുന്നില്ല. ആരെയും കുറ്റപ്പെടുത്താനല്ല ഈ വീഡിയോ. നമ്മുടെ നോബൽ ഫിലിപ്പ് അമ്പലവല്ലി ബിഷപ്പ്, അദ്ദേഹം ഒരു പ്രീസ്റ്റ് ആണ്. എന്നെ പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ ഇന്റർവ്യൂല് പറഞ്ഞു. സോ അദ്ദേഹത്തെ ഒരുപാട് പേര് കുറ്റം പറയുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, അദ്ദേഹം ഒരു പ്രീസ്റ്റ് ആണ്. അദ്ദേഹം എന്തുമാകട്ടെ, എന്നെ പറ്റി സോഷ്യൽ മീഡിയയിൽ അദ്ദേഹവും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനും അദ്ദേഹത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടും സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിട്ടുള്ളതല്ലാതെ കുറച്ച് വ്ളോഗേഴ്സ് അത് വലിയ കാര്യത്തിൽ എടുത്തിട്ടുള്ളതല്ലാതെ ഞങ്ങൾ രണ്ടും ഇന്നീ നിമിഷം വരെ നേരെ ഒരു നോട്ടം കൊണ്ടോ സംസാരം കൊണ്ടോ നേരെ ഒന്നും ഞങ്ങൾ വിദ്വേഷത്തോടെ പെരുമാറിയിട്ടില്ല അദ്ദേഹത്തോട്. എനിക്ക് അസുഖമാണെന്ന് അറിഞ്ഞ് അദ്ദേഹം ഈ വീട്ടിൽ വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു ദൈവ പുരുഷനാണ്. എല്ലാം മറന്നിട്ട് അദ്ദേഹം എനിക്ക് വേണ്ടി ദൈവമേ ആ കൊച്ചിനെ അല്ല, നോബൽ അച്ഛൻ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ല കാര്യമാണ്. പക്ഷേ ഈ രേണുവിൻ്റെ മകനെ ആരാണ് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. അതായത് രേണുവിൻ്റെ മകനെ തട്ടിക്കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ രേണു ഇല്ലാതാകും പെട്ടെന്ന്. അപ്പം ഇല്ലാതായി കഴിഞ്ഞാൽ നമുക്ക് രേണുവിൻ്റെ മകനെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് കളിക്കുന്നത് ആരാണ്? അതാണ് എനിക്കറിയാനുള്ളത്. അല്ലാതെ അച്ഛൻ്റെ കാര്യം എന്ന് പറയുന്നില്ല. അച്ഛൻ കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. അതിപ്പോഴും എന്ന് പറഞ്ഞാൽ അങ്ങേരുടെ ഇഷ്ടമാണ്. എന്തോ പറയണം എന്നൊക്കെ ആലോചിച്ച് അങ്ങേരുടെ ഇഷ്ടമാണ്. അല്ലാതെ നമുക്കൊന്നും പറയാനൊന്നും പറ്റൂല. വലിയൊരു ദൈവ പുരുഷനാണ്. ദൈവികമായിട്ടുള്ള ചൈതന്യം അദ്ദേഹത്തിനുള്ളത് കൊണ്ട് മാത്രമാണ് അദ്ദേഹം എന്നെ കാണാൻ വന്നതും പ്രാർത്ഥിച്ചത്. ഞാൻ അദ്ദേഹത്തോട് പബ്ലിക്കായിട്ട് ക്ഷമ ചോദിച്ചു. ഇനിയും ഞാൻ ക്ഷമ ചോദിക്കുന്നു. അദ്ദേഹം ഇന്നും വന്ന് പ്രാർത്ഥിച്ചു. എനിക്കതെന്റെ ജീവിതത്തിൽ വലിയൊരു ആശ്വാസമാണ്. രേണുവിന് വേണ്ടിയിട്ട് അദ്ദേഹം പ്രാർത്ഥിച്ചതൊക്കെ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഒരു മനുഷ്യനെ തകർത്തുകൊണ്ട് മറ്റുള്ളവരെ രക്ഷപ്പെടുത്തുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല. അതായത് ഒരു 10 22 വയസ്സോ പ്രായമുള്ള ഒരു പയ്യനെ തളർത്തിക്കൊണ്ട് മറ്റൊരാളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പറയാന്ന് പറഞ്ഞാൽ അതൊരു നല്ലൊരു പരിപാടിയല്ല. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, രേണു ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാരെ, അതായത് നിങ്ങൾ ഇപ്പോഴും പറയുന്നത് എൻ്റെ മാനേജർ ഉണ്ട്, അതുപോലെ തന്നെ എനിക്ക് ഇതുണ്ട്, എന്താ നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് തന്നെ അറിയുന്നില്ല. അതായത് നിങ്ങൾക്ക് ഇപ്പോഴൊരു മാനേജറെയാണോ വേണ്ടത്? നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും പൂർണ്ണ റെസ്റ്റാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ എനിക്കൊരു മാനേജറെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനിയിപ്പോൾ പ്രോഗ്രാം കുടിച്ചു തരുന്ന ആൾക്കാരെയോ ഒന്നും അല്ല വേണ്ടത്. ഇപ്പോഴും നിങ്ങൾക്ക് വേണ്ടത് എന്താ വെച്ചാൽ പൂർണ്ണ റെസ്റ്റാണ്. അത് ചെയ്യാൻ നോക്കുക. അദ്ദേഹത്തെ വെറുതെ കുറ്റം പറയരുത്. അദ്ദേഹം ഒരു വീട് കൊടുത്തെന്നല്ലാതെ അദ്ദേഹം വേറൊരു തെറ്റും ചെയ്തിട്ട് അതിനു വേണ്ടിയിട്ട് ഒരുപാട് അദ്ദേഹം കേട്ടു. ഈ ഒരു കൊല്ലം സുധീർ 2 മക്കൾക്ക് വീട് കൊടുത്ത ആ ഒരു കുറ്റമല്ലാതെ, അത് കുറ്റം തന്നെ പറഞ്ഞു. കാരണം അതുപോലെയായിരുന്നു പ്രശ്നങ്ങൾ മുഴുവനും. അതോടുകൂടി അദ്ദേഹത്തിന് മനസ്സമാധാനം പോയെന്നാണ് എനിക്ക് ഒരു വിശ്വാസം. കീമോ തുടങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തേക്ക് എനിക്ക് വയ്യാണ്ടാവും. അന്ന് ഞാൻ കിടന്നുകൊണ്ടാണ് ICU പോകുന്നതിന് തലേന്നൊരു വീഡിയോ ഇട്ടു. അതെടുത്തിട്ട് പിറ്റേന്ന് ഞാൻ എഴുന്നേറ്റപ്പോ അതിനും കുറ്റം. അപ്പൊ ഞാൻ എഴുന്നേക്കാൻ പാടില്ല, ഞാൻ എപ്പോഴും കിടക്കാൻ. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഈ അച്ഛൻ വീട് തന്നു എന്ന് പറഞ്ഞിട്ട് ഈ പ്രശ്നം ഉണ്ടാക്കിയതാരാ? നമ്മളാണോ? നമ്മൾ ആരെങ്കിലും ആണോ പ്രശ്നം ഉണ്ടാക്കിയത്? ആ പ്രശ്നം ഉണ്ടാക്കിയത് രേണുസുധി എന്ന് പറയുന്ന വ്യക്തി തന്നെയല്ലേ? അതായത് രേണുസുധിയും അച്ഛനും തമ്മിലുള്ള പ്രശ്നം നിങ്ങളേതല്ലേ, വേറെ അല്ലാതെ പറഞ്ഞാൽ ഇതിനിടയിൽ വന്നിട്ട് ആരെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ?
ഈ വ്ളോഗേഴ്സ് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലോഗേഴ്സ് എന്താ കണ്ണ് കെട്ടിയിട്ട് മെല്ലെ പറയുന്നതാണ്, ഒന്നുമല്ലല്ലോ. ഈ അച്ഛൻ വ്ളോഗേഴ്സിനെ വിളിച്ചു പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടതല്ലേ. അല്ല മനസ്സിലാകാത്തോണ്ടിരിക്കും ഇപ്പം അത് ഒരു കാര്യം പറയുന്ന കേൾക്ക് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ വേണമെങ്കിൽ ഒരുമിക്കോ, അതൊന്നും വലിയ വിഷയമൊന്നും അല്ല. പക്ഷേങ്കിൽ എന്താ വെച്ചാൽ എല്ലാ പ്രശ്നത്തിനും കാരണം വ്ളോഗേഴ്സാണ് അല്ലെങ്കിൽ വീടാണ്, അതൊന്നും പറയരുത്. അങ്ങനെ ആ വീട് കിട്ടിയതുകൊണ്ടല്ലേ നിങ്ങൾക്ക് ഇപ്പോഴും താമസിക്കാൻ കഴിയുന്നില്ല, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാടക വീട്ടിൽ താമസിക്കണ്ടേ? ഞാൻ റെക്കോർഡിംഗ് ആകണമെന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് പേരുണ്ടെന്ന് എനിക്കിപ്പോ മനസ്സിലായി. കാരണം എന്ത് വീഡിയോ ഇട്ടാലും അല്ല അവൾ ക്യാൻസർ രോഗിയല്ലേ, അവർക്ക് സന്തോഷിക്കട്ടെ എന്നല്ല പറയുന്നത്, അവൾ എന്താണ് മരിക്കാത്തതെന്നാണ് ഓർത്തിരിക്കുന്നത്. അപ്പൊ അവരോടൊന്നും എനിക്കൊന്നും പറയാനില്ല. മനുഷ്യരാണ് നമ്മൾ, എപ്പം വേണ്ട നമുക്ക് എന്ത് വേണ്ട സംഭവിക്കാം. ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ, ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഒരിക്കലും പറയരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മരിക്കണമെന്ന് ആര് വിചാരിക്കുന്നത്, എന്താ അതിൻ്റെ കാര്യം എന്താണ്? പക്ഷേ നിങ്ങളുടെ ചില കാര്യങ്ങൾ വരുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ പ്രതികരിക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു പക്വത കുറവാണ്. നിങ്ങൾ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നതെന്ന് പിന്നെ എന്താ പറയേണ്ടത് പലർക്കും മനസ്സിലാകുന്നില്ല. നിങ്ങൾക്ക് രോഗിയായ ഒരു സ്ത്രീ ഇങ്ങനെയൊക്കെ കാണിക്കുമോ? അങ്ങനെയൊക്കെ കാണിക്കുമ്പോഴെന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ വീണ്ടും എനിക്ക് ഉദ്ഘാടനത്തിന് പോകണം, അടുത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പോകും. പിന്നെ എന്ന് പറഞ്ഞാൽ ഓരോ ആൾക്കാരെ കൊണ്ടുപോകുന്നതിലെ പ്രഹസനം, ഇതൊക്കെയല്ലേ ജനങ്ങളെല്ലാവരും കാണുന്നത്. അപ്പോൾ അവർക്ക് അതിൻ്റെതായ ഒരു ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ? പിന്നെ എല്ലാത്തിനും എനിക്ക് സപ്പോർട്ടായിട്ട് ആൾക്കാർ വരണം എന്ന് പറഞ്ഞാൽ അതൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തെറിയും കാര്യങ്ങളെല്ലാം പറയുന്ന ടീം തന്നെയാണ്. ഇതിൻ്റെ അകത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂലോക അലമ്പനായിരിക്കും പറഞ്ഞത്. അതായത് എന്തിനാണ് എടുക്കുന്നത്? ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് എടുക്കുന്നവരുടെ ഒരു ഭൂലോകം എന്ന മനോരോഗികളാണ്. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഒരുപാട് ജനങ്ങളുടെ പ്രാർത്ഥന കൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അപ്പം എനിക്ക് ക്യാൻസർ രോഗത്തിൽ നിന്നിട്ട് വന്ന ഏത് ഷൂട്ടിനാണ്, ഏത് പ്രോഗ്രാമിനാണ്, ഇനി വേര് കിട്ടിയാൽ ഞാൻ അവിടെ പറയും എന്റെ ദൈവം അല്ലെ കർത്താവ് എന്നെ രക്ഷിച്ചെടുത്തു എന്ന്. പിന്നെ പുറത്തോട്ട് വല്ല എനിക്ക് വിശുദ്ധമായിട്ട് പോകാൻ വല്ല അവസരം ഉണ്ടായി ഞാൻ ചെന്ന് പറയും, ഇനിയിപ്പോ പ്രോഗ്രാമാണ്, ഞാൻ എവിടെ പോയാലും ദൈവം എന്നെ വിടുവിച്ചെന്ന് പറഞ്ഞിട്ടേ ഞാൻ അത് തുടങ്ങത്തുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം മനസ്സിലായാലും അല്ല, അത് രണ്ടും ഒരുമിച്ച് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് രണ്ടും രണ്ട് തരത്തിലാണ് നടന്നത്. മിഷനറി ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ അതേ നടക്കത്തുള്ളൂ. അല്ലാതെ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഈ സബ്സ്ക്രിപ്ഷൻ കൊടുത്ത് ഇതുപോലെ പോയിട്ട് മിഷനറി എന്ന് പറഞ്ഞ് നടക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല രേണു. അത് തെറ്റിദ്ധാരണയാണെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ആരും സമ്മതിച്ച് തരത്തില്ല. ഇനി രേണുവിനായിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും കിളവ് കൊടുക്കുമെന്ന് അറിയില്ല. പിന്നെ ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വന്നത് വെച്ചാൽ ഞാനൊരു നീക്കം പറഞ്ഞു, അത് ആരുടെയാണോ പേരൊന്നും ഞാൻ പറയുന്നില്ല. ആ നീക്കം എന്നെ വളരെയധികം ദുഃഖത്തിലായിരുന്നു. കാരണം എനിക്ക് 10ാം തീയതി കീമയാണ്. മനസ്സ് എത്രത്തോളം സന്തോഷിക്കാവോ അത്രത്തോളം സന്തോഷിക്കാം. എനിക്കിനി എന്താണ് സന്തോഷിക്കാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ സാധാരണ എന്റെ കുഞ്ഞിനെ ഞാൻ എന്റെ പപ്പ തങ്കച്ചൻ പേജ്, അതായത് അറിയാവുന്നവർക്കും അറിയാം, എനിക്കും അറിയാം, ഞാൻ അറിഞ്ഞ വിഷയമാണ്. എന്റെ കുഞ്ഞിനെ തട്ടിയെടുക്കുക പുരുഷനാണ്. ദൈവികമായിട്ടുള്ള ചൈതന്യം അദ്ദേഹത്തിനുള്ളത് കൊണ്ട് മാത്രമാണ് അദ്ദേഹം ആ സ്നേഹവും പിന്നെ ഒരുപാട് ലോകം. അപ്പോൾ രേണു പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രേണുവിൻ്റെ കുഞ്ഞിനെ തട്ടിയെടുക്കാൻ വേണ്ടി ആരൊക്കെ നിൽക്കുന്നുണ്ട്. ഏതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഊഹാഭോഗങ്ങൾ മാത്രമാണ്. അതെന്താ ഇത് കോടതി നിയമവും കാര്യങ്ങളും ഒന്നുമില്ല ഇവിടെ. അതെങ്ങനെയാണ് അങ്ങനെ തട്ടിക്കൊണ്ടുപോവുക? തട്ടിയെടുക്കൽ എങ്ങനെയാണ്? ഇപ്പോൾ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പൂർണ്ണ അധികാരം എന്ന് പറഞ്ഞാൽ അമ്മേൻ്റെ വീട്ടുകാർക്ക് തന്നെയാണ്. പിന്നെ അച്ഛൻ്റെ വീട്ടുകാർക്ക് ഉണ്ട്, പക്ഷെ അവിടെ നോക്കാനുള്ള ആൾക്കാരുണ്ടോ? ഇപ്പോൾ ഏതായാലും അച്ഛൻ്റെ സഹോദരനൊന്നും വിട്ടുകൊടുക്കത്തില്ല ഈ ചെറിയ ഏക്കനെയൊന്നും. അല്ലാതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രേണു വിചാരിക്കുന്ന പോലെ ഇത് തട്ടിയെടുത്തിട്ട് ആര് തട്ടിയെടുക്കാനാണ്, എന്ത് തട്ടിയെടുക്കാനാണ്? അതൊന്നും ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ രേണു പറയുന്നത് പോലെ ഈ അച്ഛനെ നമ്മൾ ആരും ഒന്നും പറഞ്ഞിട്ടില്ല. എൻ്റെ പൊന്നോ, ഈ അച്ഛനെ പറ്റിയിട്ട് ഒരാളൊന്നും പറഞ്ഞിട്ടില്ല. ഈ അച്ഛൻ തന്നെയാണ് അച്ഛൻ്റെ വില മുഴുവൻ കളഞ്ഞത്. അല്ലാതെ വേറെ ആരും ഇതിൻ്റെ അകത്ത് കയറിയിട്ട് എന്തെങ്കിലും അഭിപ്രായം പറയുമോ അല്ലെങ്കിൽ വേറെ ഒന്നും പറയുമോ ഒന്നും ചെയ്തിട്ടില്ല. അച്ഛൻ തന്നെ ഓരോരോ പ്രശ്നങ്ങളുമായിട്ട് ഓരോ സമയത്ത് വന്ന് നിങ്ങൾ കണ്ടതല്ലേ. അപ്പം അതിനൊക്കെ കാരണം എന്ന് പറഞ്ഞാൽ ഒരു കണക്ക് പ്രകാരം നിങ്ങൾ തന്നെയല്ലേ. അതായത് നിങ്ങൾ തന്നെയാണ് അച്ഛനെ അനാവശ്യമായിട്ടുള്ള വാക്കുകൾ വിളിച്ച് പിന്നെ ആക്ഷേപിച്ചത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു യുഗ പുരുഷനായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ ആ ഒരു വാക്ക് ഉപയോഗിക്കാൻ പാടുണ്ടോ? അപ്പോഴെന്താ വാക്ക് ഉപയോഗിച്ചപ്പോൾ തെറ്റല്ലേ? അതല്ലേ പറയേണ്ടത്. അതായത് അങ്ങേരെ നിങ്ങൾ എന്താണ് വിളിച്ചത്? അത്രയും വലിയൊരു മനുഷ്യനാണ്, ഒരു വലിയൊരു എന്താ പറയുക ദൈവത്തിന്റെ പുത്രനാണ്. ഇതൊക്കെ പറഞ്ഞിട്ട് നിങ്ങളല്ലേ അങ്ങേരെ പറ്റിയിട്ട് ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും നാട്ടുകാരുടെ തലയിലേക്ക് കയറ്റി വെക്കരുത്. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്കിപ്പോഴും വേണ്ടതെന്ന് പറഞ്ഞാൽ മനസമാധാനവും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടത് ഒരു റെസ്റ്റാണ് വേണ്ടത്. അല്ലാതെ നിങ്ങൾക്ക് വേണ്ടത് എന്ന് പറഞ്ഞാൽ ഇതുപോലെ മൊബൈലും എടുത്ത് വന്ന് കുറേ ആൾക്കാരെ അങ്ങോട്ടും ഇതാക്കി ഡാൻസും കളിച്ച് ഇതെല്ലാം പൊന്നും മോളെ വേണ്ടത്. ഇപ്പോഴും വേണ്ടത് എന്ന് പറഞ്ഞാൽ റെസ്റ്റാണ്. അത് എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം നോക്ക്.
അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കിടന്ന് എന്താ പറയേണ്ടത് കുറെ ഡാൻസും കളിച്ച് ഇന്നിപ്പോഴും കണ്ടില്ലേ സ്വന്തം കൂട്ടുകാരൻ എന്ന് പറയുന്നവനൊക്കെ വിട്ട പോസ്റ്ററുകൾ കണ്ടില്ലേ, അതുപോലെ തന്നെ അവനൊക്കെ വോയിസിലൂടെ പറയുന്നത് കണ്ടില്ലേ. ഈ പിന്നെ എന്താ പറയുക രേണുവിന്റെ അപകടാവസ്ഥയിലാണ്, രേണു അത്യാസന്ന നിലയിലാണ്, ആ പോസ്റ്റ് എനിക്ക് ആദ്യം ഇടണം, ആ വീഡിയോ എനിക്ക് ആദ്യം ചെയ്യണം, അതുകൊണ്ട് തന്നെ ഇത് വേറെ ആരെയും വിളിച്ച് അറിയിക്കരുത്, എനിക്ക് ആദ്യം ചെയ്യണം. അതായത് നിങ്ങളുടെ അത്യാസന്ന നിലവരയുടെ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കൂടെയുള്ളവർ തന്നെയുണ്ട്, അതാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഇതൊന്നും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വ്ളോഗേഴ്സും ചെയ്യുന്നതല്ല. നിങ്ങളുടെ കൂടെയുള്ളവർക്ക് പോലും നിങ്ങളൊരു കണ്ടന്റാണ്. നിങ്ങളുടെ ആരോഗ്യം നാളെ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വര രേണുവിന്റെ ആരോഗ്യസ്ഥിതി മോശമാകണേ അങ്ങനെ പറഞ്ഞിട്ട് ചിലപ്പോഴെന്ന് പറഞ്ഞ ഒരു വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവരുണ്ടാകും. അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങളുടെ നാക്കാണ് നിങ്ങളുടെ പ്രശ്നം എന്ന് ഞാൻ പറയുള്ളൂ. അതായത് ആ ഒരു ചെറുക്കനെ നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ എന്താണ് ആ ചെറുക്കന്റെ കേസ് എന്ന് പറ, ആ ചെറുക്കന്റെ കേസ് എന്താണെന്ന് പറ. നിങ്ങൾ ഇവിടെ വന്നിട്ട് പല കാര്യങ്ങൾക്കും ഉത്തരം പറഞ്ഞിട്ടുണ്ടോ? അതായത് ഇതിനു മുമ്പേ എന്ന് പറഞ്ഞാൽ ഹനാൻ എന്ന് പറയുന്ന ഒരു സ്ത്രീ നിങ്ങളെ പറ്റിയിട്ട് വളരെ മോശമായിട്ട് പറഞ്ഞു, നിങ്ങൾ അതിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഒരു മറുപടി കൊടുത്തിട്ടുണ്ടോ? അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചെറുക്കന്റെ മനസ്സിൽ എത്രമാത്രം വിഷമങ്ങൾ ഉണ്ടാകും. ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ബൈൻഡപ്പ് ചെയ്യാണ്. അതുകൊണ്ടാണ് പറയുന്നത് നന്നായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും കൊള്ളാം, അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെയായിരിക്കും എല്ലാവരും പള്ളു പറഞ്ഞുകൊണ്ടിരിക്കും. നന്ദി, നമസ്കാരം.